യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ സ്ഥാനാർത്ഥിനെ നമ്മളെല്ലാം കണ്ടതാണ്, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. ഏതായാലും നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സൗകര്യം, വാർത്തയാണല്ലോ നമുക്ക് ആവശ്യം. അപ്പോൾ വാർത്തകൾ ധാരാളം കിട്ടാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള ഒരു സീറ്റ് വിഭജന ചർച്ച ഡൽഹിയിൽ നടത്തേണ്ടേ. എല്ലാം റെഡി എന്ന് പറഞ്ഞു പോയവർ ഒന്നും റെഡി ആവാതെ തിരിച്ചു പോന്നു. കണ്ണീരിന്റെ നനവും നിരാശയുടെ വിശ്വാസവും, അതാണ് കണ്ണീരിന്റെ നനവുണ്ട്, നിരാശയുടെ വിശ്വാസം. അത് രണ്ടും സമന്വയിപ്പിച്ച ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നു. എന്തെല്ലാം കണ്ടു. സാക്ഷാൽ കെ സുധാകരൻ തന്നെ വിഷമായി പോയി. പിന്നെ ഇവരെ ഈ വിഷമിച്ചവരെ സമാശ്വസിപ്പിക്കുക എന്നുള്ള ഒരു ജോലിയും ഇവിടെ നിർവഹിക്കപ്പെട്ടു. എല്ലാ കണ്ണീരും ഇപ്പോൾ കണ്ണീര് കിനാവിന് വഴിമാറി കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ. ഏതായാലും അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സിൽ ഒട്ടും നല്ല നിലയ്ക്കല്ല കാര്യങ്ങളുടെ പോക്ക് എന്ന് നമുക്ക് മനസ്സിലാകും. എത്ര മുഖ്യമന്ത്രിമാരുണ്ടാവും എന്നിപ്പോൾ പറയാൻ വയ്യ. അതൊക്കെ ഇനിയിപ്പോൾ പിന്നെ ജയിക്കാത്തതുകൊണ്ട് അവർ ജയിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ആ പ്രശ്നം വിഷമമുണ്ടാക്കില്ല എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇത് കോൺഗ്രസ്സിൽ കണ്ടതാണ്. ലീഗിൽ തന്നെ നമ്മളിപ്പോൾ കണ്ടല്ലോ, ലീഗിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി ലീഗിൻ്റെ മറ്റൊരു സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞ പരാമർശങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരികയുണ്ടായി. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ ഒരുപാട് വിഷയങ്ങളും വിഷമതകളും, പണ്ടൊക്കെ നമ്മൾ പാണക്കാട്ടുന്നൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ ഒരപശബ്ദം ഉണ്ടാവില്ല എന്നതായിരുന്നു. ഇപ്പൊ അപശബ്ദം മാത്രമല്ല, പ്രതിഷേധ ശബ്ദം തന്നെ ശക്തമായിട്ട് പല നിയോജകമണ്ഡലങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണുകയുണ്ട്. അപ്പോൾ യു ഡി എഫിൽ കോൺഗ്രസ് ആയാലും ലീഗായാലും അതിൻ്റെ ആഭ്യന്തരമായ പ്രശ്നങ്ങളുടെ വലിയ സംഘർഷം രൂപപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 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 വിഷയങ്ങളിൽ കൃത്യതയുള്ള നിലപാട് സ്ഥാനാർത്ഥിനത്തിൽ സ്വീകരിക്കാൻ കഴിയാത്തത് തന്നെ യു ഡി എഫിന് പൊതുവെ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. ഇത്തരമൊരു സന്ദർഭത്തിൽ പതിവ് പോലെ ഒരു ഭാഗത്ത് തീവ്ര വർഗീയവൽക്കരണം നടത്താൻ BJP പരിശ്രമിക്കുന്നുണ്ട്. വലിയ ജാഗ്രതയോടുകൂടി അതിനെ പ്രതിരോധിക്കാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. UDF ആകട്ടെ തെളിമയുള്ള ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ അഭാവം പരിഹരിക്കാൻ വലിയ തോതിലുള്ള വ്യാജ വാർത്താ നിർമ്മിതികൾ നടത്തുക. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കളവ് പ്രതിപക്ഷ നേതാവ് രാവിലെ 9:30 പറഞ്ഞാൽ 10:30 അത് ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിക്കുന്നത് കാണാം. ഒരു 11 മണിയാവുമ്പോൾ KPCC പ്രസിഡന്റും അതിനെ പറയും. 12 മണിയാവുമ്പോൾ KC വേണുഗോപാലും പറയും. 4 ആളുകൾ 4 ദിക്കുകളിൽ നിന്ന് കളവിൻ്റെ പ്രഘോഷണങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ തുടങ്ങി മറ്റേ ആവർത്തി. ഇപ്പോൾ ഓരോ ദിവസത്തേക്കുള്ള അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇന്നത്തെ കളവ് എന്ത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടി വരിക. അങ്ങനെയാണ്. അത് ഒരു ശൈലിയാണ്. അത് ഒരു തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ശൈലി അതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പുറത്തിറങ്ങാൻ വയ്യ. എത്ര കളവ് പറയും. എങ്ങനെ ഇപ്പം ഇതിൽ ഇവരോട് മത്സരിക്കാന്ന് ഒരു നല്ല മനുഷ്യനെ ആലോചിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കളവ് അവർ പറഞ്ഞാൽ നമ്മളൊരു 5 കളവ് പറഞ്ഞ് പ്രതിരോധിക്കണ്ടേ? അത് പറ്റുമോ? നമ്മുടെ ഇന്റഗ്രിറ്റിയുടെ ഒരു പ്രശ്നമില്ലേ? എന്നാൽ കളവ് ആവർത്തിച്ചുകൊണ്ട് അടുത്ത 9-ാം തീയതി വരെ മുന്നോട്ട് പോകാനാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ഓർക്കുന്നത് നന്നാവും, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് നല്ലതാണ്.